നിസ്കാരങ്ങൾക്ക് ശേഷമുള്ളതാകുന്ന ഔറാദുകളൊക്കെ പങ്കെടുക്കണം. സുബ്ഹാനല്ലാഹ് വളരെ മഹത്വമുള്ള ദിക്റാണ്. സ്വഹാബത്ത് ചോദിച്ചു, വമാ സുബ്ഹാനല്ലാഹ്, ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം എന്താണ്? നബി തങ്ങൾ പറഞ്ഞു, തംലഉ ബൈന സമാവാതി വൽ അർളീൻ, ഏഴാം ആകാശത്തിന്റെ മുകൾ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറയ്ക്കുന്ന പ്രതിഫലമാണ് ഒരൊറ്റ സുബ്ഹാനല്ലാഹ് കൊണ്ട് കിട്ടുക എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഫീ കുല്ലി യൗമിൻ 100 മറ ഗുഫിറ ലഹു, ആരെങ്കിലും പാപം പൊറുക്കാൻ, എല്ലാ ചെറുപാപങ്ങളും പുറത്തു കിട്ടാൻ ഒരു ദിവസം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്ർ മാത്രം 100 വട്ടം ചൊല്ലിയാൽ അവന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഏതാ ദിക്ർ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി മാത്രം ചൊല്ലിയാൽ. നബി തങ്ങൾ പറഞ്ഞു, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ ثقيلتان في الميزان حبيبتان إلى الرحمن. നാവിന് വളരെ ലഘുവായ ഒരു ദിക്റുണ്ട്, ചെല്ലാൻ വളരെ എളുപ്പമുള്ള ചെറിയ 2 ദിക്റാണ്. നാവിന് വളരെ എളുപ്പമാണത് ചൊല്ലുമ്പോ. എന്നാൽ നന്മ തിന്മകൾ തൂക്കുന്ന തുലാസിൽ, നന്മകളുടെ തുലാസിൽ ഭാരം കൂട്ടുന്ന ദിക്റാണ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. ഈ ദിക്റാണതെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. മഗ്‌രിബിന് മുമ്പൊക്കെ മക്കളിരുന്ന് ചെല്ലിയിരുന്നതാണ്. ഇന്നതൊക്കെ പോയി. ഇന്ന് പള്ളിയിൽ ആരെങ്കിലും 10 മിനിറ്റ് ഇരുന്ന് അങ്ങനെ ചെല്ലുന്നത് കണ്ടാൽ പോലും നമ്മൾ ശ്രദ്ധിക്കലില്ല. മഗ്‌രിബിന് മുമ്പ് വന്നാൽ നാളെ മുതൽ 10 മിനിറ്റ് പള്ളി വരാം ഇല്ല. മഗ്‌രിബ് ആകുമ്പോൾ എല്ലാവരും ടെറഫിലോട്ട് പോവാൻ, കുട്ടികളൊക്കെ ടെറഫിലേക്ക്. ദേവന്മാര് പോകാൻ തോന്നുന്നുണ്ട്. ടെറഫ് മറന്നുപോയി, ഇപ്പൊ എന്നാ പോയേക്കാം. അല്ലാഹുമ്മ സാലിഹീങ്ങൾ ചേർക്കട്ടെ. മഗ്‌രിബിന്റെ സമയമാകുമ്പോൾ ടറഫുകൾ ഉയരുകയാണ്. ഞാൻ വെറുതെ പറയല്ല, നമ്മുടെ പരിസരങ്ങളിലുള്ള ടറഫുകൾ നോക്ക്. ആരാ അവിടെ കളിക്കാൻ പോകുന്നത്? നമ്മുടെ മക്കൾ. മഗ്‌രിബ് നിസ്കാരം എവിടെ? ഇശാ എവിടെ? സുബഹി എവിടെ? രാത്രി മുഴുവൻ ഹയാത്താക്കാണ്. കളിക്കുന്നതിനൊന്നും ഒരു സമയം നമ്മൾ നിശ്ചയിക്കുന്നില്ലല്ലോ. നിസ്കരിക്കുന്നതിനൊക്കെ സമയം നിശ്ചയിക്കാൻ. 2 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞ വാപ്പ കണ്ണെടുത്ത് അടക്കി തുറക്കുന്നതിന് മുമ്പ് തന്നെ മകൻ നിസ്കരിച്ചിട്ട് മുന്നിൽ വന്നു. നിസ്കരിച്ചോണം. 100 1000 തന്നെ അങ്ങോട്ട് വിട്ടതാണ്. പോയിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് പറയും, ചൊല്ലിക്കഴിഞ്ഞു റാഹത്ത്. ആ ഖുർആൻ എടുത്തൊന്ന് ഓതറ. മദ്രസ പഠിക്കുന്ന മകനോട് പറയാൻ 2 മിനിറ്റ് കൊണ്ട് ഓതി തീർത്തു. യാ അല്ലാഹ്, ഖത്ത് ഓതാനൊക്കെ ഇവനെ ഏൽപ്പിച്ചാൽ തീർന്ന്. പാപ്പാടെ ഖത്തം തീരും. അല്ലാഹുമ്മ കാക്കുമാറാവട്ടെ. ഇവനാണ് ഖത്ത് ഓതാനിരിക്കുന്നത്. ഈ സൈസ് ഓത്താണെങ്കിൽ എങ്ങനെ തീരും? 3 ഖുൽ ഹുവല്ലാഹ് ഓതി ചുരുട്ടി മടക്കി വെക്കും. അല്ലാഹുമ്മ കാത്ത് സംരക്ഷിക്കട്ടെ. കാരണം ഒരു ഖുൽ ഹുവല്ലാഹ് സൂറത്തുൽ ഇഖ്ലാസ് തഅദിലു സുലുസുൽ ഖുർആൻ, ഖുർആന്റെ 1/3 അപ്പൊ പിന്നെ ഖുൽ ഹുവല്ലാഹ് 3 ഓതി പാപ്പാടെ നെഞ്ചിൽ ഊതിയേക്കും. കബറിന്റെ അടുത്ത് 3 ഒരു ഖത്തം പാപ്പാക്ക്. അല്ലാഹുമ്മ കാത്ത് സംരക്ഷിക്കട്ടെ. അത് തന്നെ കിട്ടിയാ കിട്ടി. അല്ലാഹുമ്മ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതൊരു നിസാര വിഷയമല്ല പറയുന്നത്. വരും തലമുറ, ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട മകൻ, ഉമ്മമാരോട് ചോദിക്കുന്നു, വാപ്പമാരോട് ചോദിക്കുന്നു, ഈ മകന്റെ ഇപ്പോഴുള്ള ജീവിത ശൈലി കൊണ്ട് നിങ്ങളുടെ ഖബറിനടുത്ത് അവൻ വരുമോ ഇല്ലയോ? നിങ്ങൾ തന്നെ മനസ്സുകൊണ്ട് ഉറപ്പിക്കും. നിങ്ങൾക്ക് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അല്ലാഹുമ്മ സാലിഹീങ്ങൾ ചേർക്കട്ടെ. കാരണം ഇങ്ങോട്ട് പാടാന്ന് പറയുമ്പോൾ സൈസാണ് മകന്, അങ്ങനത്തെ സൈസിനെ അത് തന്നിരിക്കുന്നത്. അല്ലാഹുമ്മ കാക്കട്ടെ. അപ്പൊ അതൊരു എല്ലാ അംബിയാ മുർസലീങ്ങളും അവരൊക്കെ ദുആയിരുന്നത് ഇത് തന്നെയാണ്. റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. സക്കരിയ നബി അലൈഹിസ്സലാം മക്കളില്ലാതെ വിഷമിച്ച മറ്റൊരു പ്രവാചകനാണ്. പ്രായമുള്ള സമയത്തും അള്ളാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ എനിക്കൊരു സാലിഹായ മകനെ തരണം. റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ, പരിശുദ്ധനായ ഒരു മകനെ തരണം. ഇന്നക സമീഉദ് ദുആ, നല്ല സാലിഹായ ഒരു മകനെ തരണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. എന്ന് പറഞ്ഞാൽ മക്കളെ കിട്ടിയിട്ട് കാര്യമില്ല. മക്കള് സ്വലാഹിയത്തില്ലെങ്കിൽ പ്രശ്നമാണ്. അവർക്കൊക്കെ പരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ പരീക്ഷണങ്ങളൊക്കെ അതിജയിച്ചു, നമസ്കാരം ഉണ്ടാക്കി, ദുആ ചെയ്യുന്നതിന്റെ തൽഫലമായിട്ട് അല്ലാഹു സക്കരിയ നബിക്ക് ഒരു മകനെ കൊടുത്തു. ആ മകന്റെ പേരാണെന്ത്? യഹ്യ. ആ മകൻ ആരാ? പ്രവാചകനാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഞങ്ങളെ നീ സാലിഹീങ്ങളെ ചേർക്കണേ അല്ലാഹ്, ആബിദീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കൾ നിസ്കരിക്കാൻ ആഹ്വാനം കൊടുത്തു, നിസ്കരിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ നിസ്കാരത്തിന്റെ രൂപവും കോലമൊന്നും ഈ ഉമ്മത്തിന് മനസ്സിലായിട്ടില്ല. ഏത് രൂപത്തിൽ എങ്ങനെ നമസ്കരിച്ചു എന്നൊന്നും. പക്ഷെ ഇബാദത്തിൽ കണിശതയുള്ള വ്യക്തി ആയതുകൊണ്ട് മക്കളോടും അത് ഉപദേശിച്ചുകൊണ്ട് നടന്നതുകൊണ്ട് തന്നെ അവരെ ലോകം എന്നും സ്മരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ത്യാഗോച്ചരമാകുന്ന സ്മരണകൾ അയവിറക്കുന്നു. ആ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പരിപൂർണമായി പിൻപറ്റാൻ നബിതങ്ങളോട് അല്ലാഹു കൽപ്പിച്ചു. അതേപോലെ ദീനനുസരിച്ച് ജീവിച്ച പ്രവാചകൻ നമസ്കാരം കൊണ്ട് ജീവിതം മുഴുവനും മാറ്റിമറിച്ചു.
വലം തു സുന്നതമാൻ أحيا الظلام إلى أن اشتكت قدما الضر من ورمي. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയിൽ നിന്ന് നമസ്കരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഫർളായ നമസ്കാരങ്ങൾ ഖളാ വീട്ടുകയല്ല. സുഖലോലുപതയിൽ കടക്കുന്നതായ മനുഷ്യരല്ലേ എന്ന് ചിന്തിച്ചു നോക്കണേ. പാവപ്പെട്ടതാകുന്ന ഗസയിലെ തെരുവോരങ്ങൾ പിടഞ്ഞു വീഴുന്ന മക്കളെ കുറിച്ച് 2 വർഷം പൂർത്തിയാകുന്നു. ഒക്ടോബർ 7 നമ്മൾ നിലകൊള്ളുന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ് 2023 ഇതേപോലെ ഒരു ദിവസത്തിലാണ് തുടക്കം കുറിക്കുന്നത്, അഥവാ വീണ്ടും ഒരു യുദ്ധത്തിനാക്കം കൂട്ടുന്നത്. 2 വർഷമായി നിരന്തരമായി ഇസ്രായേലിന്റെ നരനായാട്ട് പാവപ്പെട്ടതാകുന്ന ഫലസ്തീന മക്കളുടെ മേൽ നടക്കുകയാണ്. ഗസ എന്ന് പറയുന്ന 365 സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ളതാകുന്ന ചെറിയൊരു ഗ്രാമത്തിലേക്ക് എത്രയെത്ര വെടികളാണ് ഉയർത്തുന്നത്, എത്രയെത്ര ഭീമാകാരമാകുന്ന ബോംബുകളാണ് വർഷിക്കുന്നത്. 70,000-ത്തിലധികം ആളുകളാണ് മരണപ്പെട്ടു പോയതെന്ന കണക്കുകൾ പറയുമ്പോ എത്രയോ ആളുകളുടേതാണ് ബോഡി കിട്ടാതെ കെട്ടിടങ്ങൾക്കടിയിൽ അകപ്പെട്ട് കിടക്കുന്ന സാധുക്കളായ വൃദ്ധന്മാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, അബലകളും ചബലകളുമാകുന്ന സഹോദരിമാരുണ്ട്, ചെറിയ കുട്ടികളടക്കമുണ്ട്. അല്ലാ, ചെറിയ കുട്ടികളുടെ കണക്ക് തന്നെ പറയുന്നു 20,000-ത്തിലും അധികം ആളുകൾ, ചെറിയ മക്കൾ, 10 വയസ്സിന് താഴെയുള്ള മക്കൾ തന്നെ മരണപ്പെട്ടു പോയവരുണ്ട്. അതിൽ തന്നെ 1000-ത്തിലധികം മക്കൾ 1 വയസ്സിന് താഴെയുള്ള പിഞ്ചോമന മക്കളാണ്. അല്ലാഹു അവർക്ക് നീ ശുഹദാക്കളുടെ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ഈ സദസ്സിലുള്ള മുഴുവൻ സഹോദര സഹോദരിമാരും ഫലസ്തീന മക്കളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് പടച്ച റബ്ബേ സമാധാനം കൊടുക്കണേ അല്ലാ. ഖൈറായ ജീവിതം അവർക്ക് നീ നസീബാക്കണേ അല്ലാ. ഈ സമയത്ത് പോലും അവർ നമസ്കാരം ഒഴിവാക്കുന്നില്ല. വിശന്ന് വലയുന്ന 10,000-ങ്ങളാണ്, എത്രയോ സഹോദര സഹോദരിമാരാണ്. ആയിരക്കണക്കിന് ആളുകൾ വിശപ്പിനാൽ തന്നെ മരണപ്പെട്ടു പോയില്ലയോ? ആ സമയത്തും ജുമാ നടത്തുന്ന ഇമാമിന്റെ വർത്തമാന ഖുതുബ നമ്മൾ കേട്ടതല്ലയോ? വിശപ്പിനാൽ എനിക്ക് ഖുതുബ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റുന്നില്ല. ഞാൻ ഖുതുബ നീട്ടുമ്പോൾ അത് കേൾക്കാനുള്ള സാഹചര്യം പോലും വിശപ്പ് കൊണ്ട് നിങ്ങൾക്കുമില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഞാനിതാ ഖുതുബ ചുരുക്കുന്നു, വേഗം നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാം. അഖിമിസ്സലാ, നിസ്കാരം തുടങ്ങുകയാണെന്ന് ഖതീബ് തന്നെ മിമ്പറിൽ വെച്ചുകൊണ്ട് പറയുകയാണ്. തലക്ക് മീതെ വട്ടമിട്ടുകൊണ്ട് ഇസ്രായേലിൻ്റെതാകുന്ന ഭീകരരാകുന്ന സൈന്യവ്യൂഹങ്ങൾ അതാ പടക്കോപ്പുകളുമായി തലക്ക് മീതെ യുദ്ധപ്രഖ്യാപനവുമായി നിലകൊള്ളുമ്പോഴും തകർന്നു വീണതാകുന്ന പള്ളിമിനാരങ്ങളുടെ താഴെ ഇരുന്നുകൊണ്ട് ചെറിയ തുണി വിരിച്ചുകൊണ്ട് അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളതായ ഫലസ്തീന മക്കളുടെ ഈമാനൊന്ന് കണ്ടറിയണേ. നമ്മുടെ മക്കളോ 3 നേരം സുഭിക്ഷമായി ഭക്ഷണം കിട്ടിയിട്ട് പോലും ഏറെ കണ്ണീശ റൂമുകളിൽ വസിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോന് സുബഹിയില്ല. എത്രയോ നമസ്കാരങ്ങൾ ഖളായിലാണ്, വ്രതാവിലാണ്. അള്ളാഹുവേ ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. സാലിഹീകളെ ചേർക്കണേ അല്ലാ. എവിടേക്കാ നമ്മുടെ മക്കളുടെ പോക്ക്? അള്ളാഹു നമ്മളെ കാക്കട്ടെ. തങ്ങളെത്തി മുർഷിദ് തങ്ങൾ മാഷാ അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. മണഞ്ചേരിയിലുള്ള തങ്ങളാണ്, തങ്ങളെ പരിചയപ്പെടേണ്ട തങ്ങളാണ്. അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ, ദീർഘായുസ്സ് അല്ലാഹു നസീബാക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക, നല്ലതുപോലെ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പാഠമാവണം. നമ്മുടെ മക്കൾ നമ്മളെ കണ്ടുകൊണ്ട് പഠിക്കണം. വാപ്പ ഇന്ന് വരെ ഒരു വക്കത്ത് പോലും മുടക്കാത്ത ആളായിരുന്നു. ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലങ്ങളിൽ 5 വക്കത്ത് നമസ്കാരം നിലനിർത്തിയിരുന്ന മനുഷ്യനാണ്. ഞാനിപ്പോ ഇന്ന് മൂത്താപ്പയുടെ മരണം പറഞ്ഞല്ലോ. അഹമ്മദ് ഷാദി എന്നറിയപ്പെടുന്ന ചങ്ങനാശ്ശേരിക്കാരനായ സഹോദരൻ, നമസ്കാരം ചിട്ടവെച്ച വ്യക്തി. 66 വയസ്സേ ആയിട്ടുള്ളൂ. രാവിലെ 4 മണിക്ക് മുമ്പ് 3:30 എഴുന്നേറ്റ്, ആരും വിളിക്കണ്ട, കറക്റ്റായി എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും. സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പ് വണ്ടിയെടുത്ത് നേരെ പള്ളിയിൽ പോകും. 3 കിലോമീറ്റർ അപ്പുറത്തുള്ളതാകുന്ന ജുമാഅത്ത് പള്ളിയിൽ പോയി ബാങ്ക് വിളിക്കും. അദ്ദേഹം മോദിനൊന്നും ബുദ്ധിമുട്ടിക്കൂല, അദ്ദേഹം തന്നെ ബാങ്ക് വിളിക്കും. വർഷങ്ങളായി സേവനം ചെയ്യാൻ, ഖിദ്മത്ത് എടുക്കാൻ, അതിനൊന്നും കൂലി പറ്റിയിട്ടല്ല, ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കണം. നമ്മളോ 3:30 എഴുന്നേക്കും സാർ. എന്തിനാ? മൂത്രം ഒഴിച്ചിട്ട് കിടക്കണം റാഹത്തായിട്ട്. കാലെ ഇത് എഴുന്നേറ്റ് നോക്കുമ്പോൾ പുതപ്പ് പോയിച്ചില്ല. പടച്ചവനെ, ആകെ സങ്കടം. പുതപ്പ് പോയിക്കാണ് ഉറങ്ങിയത്. പുതപ്പ് പോയിച്ചു. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതാണ് നമ്മുടെ അവസ്ഥ. നിസ്കാരമൊന്നും ഇല്ല.
മിക്ക മക്കളും നല്ല വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ ഹൈറായ ജോലിയില്ല. എന്താ കാരണം? സുബഹി കഴിഞ്ഞിട്ട് അങ്ങനെ ഉറക്കം, ബറക്കത്തില്ല, എല്ലാ കാര്യവും പോയി. അല്ലാഹുമ്മ ബാരിക് ഉമ്മത്തി ഫീ ബുക്കൂരിഹാ, എന്റെ ഉമ്മത്തിൻ്റെതാകുന്ന പ്രഭാതങ്ങളിൽ ബറക്കത്ത് ചൊരിയണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മൾ ആ പ്രഭാതത്തിൽ ഉറങ്ങാൻ ഈ ഉമ്മത്ത് മുഴുവൻ ഉറക്കാൻ. ഒരു ദിക്റും ഇല്ല, ഔറാദും ഇല്ല, ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ ജീവിക്കുന്നു, എഴുന്നേക്കുന്നു, എന്തൊക്കെ നടത്തിയിട്ട് അങ്ങനെ കടന്നുറങ്ങുന്നു. മൊബൈൽ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു ഉസ്താദെ. അതാ ഇപ്പോഴത്തെ ഒരവസ്ഥ. മൊബൈൽ ഉള്ളത് കൊണ്ട് ജീവിച്ചു പോകാൻ. മൊബൈലില്ലാ പറ്റുമോ? കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ എന്ത് വേണം? മൊബൈൽ വേണം. അല്ലെങ്കിൽ കുട്ടികൾ ഭക്ഷണം തന്നെ കഴിക്കുന്നില്ല, വേണ്ടെന്ന് പറയുന്നത്, വേണ്ട പട്ടിണി കിടന്നോളാം, മൊബൈൽ കിട്ടുകയാണെങ്കിൽ വല്ലതും കഴിക്കാം. വാ തുറക്കണമെങ്കിൽ മൊബൈൽ വേണം. അപ്പൊ പിന്നെ വാപ്പ റാഹത്തായിട്ട് തുറക്കുവാന് കുഴിമന്തി അള്ളാഹു ആന ഉരുളെന്ന് പറഞ്ഞു. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അതല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. വിളിച്ചിട്ട് റാഹത്തായിട്ട് കിടക്കുകയാണ് വാപ്പാടെ കൂടെ തന്നെ. നല്ല പറ്റിയ മോനാണ് കിട്ടിയിരിക്കുന്നത്. മക്കളൊക്കെ അങ്ങനെയായി. ഒരു ഇബാദത്തുമില്ല, നിസ്കാരമില്ല, എല്ലാ സിനിമയും കണ്ടുകൊണ്ടിരിക്കും. 2.5 മണിക്കൂർ 3 മണിക്കൂറൊക്കെ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. റീൽസ് കാണാണ്, ബിഗ് ബോസിന്റെ ഓരോ എപ്പിസോഡും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. എവിടെ എത്തി? ഇപ്പൊ തീരുവോ? ലെസ്ബിയൻ കപ്പിൾസ് എന്തായി? ഇറങ്ങുവോ? അല്ല തീരുവോ? ഇതാ കയറുവോ? ആരാ കപ്പടിക്കുക? ലക്ഷ്മി അടിക്കുവോ? അവനടിക്കും, ഇവനടിക്കും, ആരടിക്കും? ഇതാ നോക്കിക്കൊണ്ടിരിക്കും. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. ഇത് തന്നെ എല്ലാവർക്കും അറിയേണ്ടത്. എല്ലാ ഫുഡിൻ്റെതാകുന്ന ഏതൊക്കെ ചാനലുണ്ടോ എല്ലാം ഈ ഉമ്മത്തിന്റെ കയ്യിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ബെല്ലൈക്കൺ അമർത്തി വെച്ചിരിക്കുകയാണ്. അതൊക്കെ കാണണം. രാവിലെ മുതൽ എഴുന്നേറ്റിട്ട് ഓരോരുത്തർ രാവിലെ എഴുന്നേറ്റ് പല്ല് കേൾക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോഴും ഇവൻ ഇവിടെ കിടക്കുകയാണ്, പല്ലൊന്നും തേച്ചിട്ടില്ല. അവൻ പല്ല് കേൾക്കുന്നത് കണ്ട്, അവൻ കുളിക്കുന്നത് കണ്ട്, അവൻ ഒതു കൊടുക്കുന്നത് കണ്ട്, അവനവിടെ പോകുന്നുണ്ട്, അവൻ കടയിൽ പോകുന്നുണ്ട്, ഇറച്ചി വാങ്ങുന്ന എല്ലാം കണ്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവൻ എഴുന്നേക്കുന്നത്. പല്ലൊന്നും ഒരു വിധത്തിൽ തേച്ച്. നമ്മുടെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആയുസ് വളരെ ചുരുക്കാണ്. 60-70 വയസ്സ് മാത്രമേ ഈ ഉമ്മത്തിനുള്ളൂ. വയസ്സിപ്പോ എത്രയായി ചിന്തിക്ക്. താടി രോമം നരച്ചു, തലയിലെ രോമകൂപങ്ങൾ നരച്ചു, എല്ലാം നരച്ചു. ഇനി നമുക്കൊന്നുമില്ല. മരണത്തിലേക്കുള്ള ഒരു അടയാളം നമുക്ക് അല്ലാഹു തന്നിരിക്കാൻ. നമ്മൾ ചിന്തിക്കുന്നിടത്തേക്ക് നമ്മുടെ ശരീരം എത്തുന്നില്ല. ഓടി അവിടം വരെ പോകണമെന്നുണ്ട്, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചെയ്തു നോക്കുമ്പോഴത്തേക്കും വിഷമമാണ്. പഴയതുപോലെ ഒന്നും ആപത്തില്ല. പള്ളിയിൽ നമസ്കരിക്കാൻ വന്നുകൊണ്ടിരുന്ന ആള് നമസ്കാരത്തിൽ നിന്ന് ഒഴിവായി വേറെ ചിന്തയിലേക്കും ദുന്യവിയായ ചിന്തയിലേക്കും പോയി. അവസാനം ഒരു അസുഖം വന്നു, ബുദ്ധിമുട്ടായി, അറ്റാക്ക് വന്നു, പ്രയാസമായി. ഇപ്പൊ വീൽ ചെയറിലായിട്ട് അയാളൊന്ന് കാണാൻ പോകുമ്പോൾ അയാൾ പറയുന്നതെന്നറിയോ? അതെനിക്ക് പള്ളി വരണം, ദ്വാരക്കണം ഉസ്താദേ, പള്ളി വരണം. പള്ളി മര്യാദയ്ക്ക് വന്നോണ്ടിരുന്നല്ലേ, ദുനിയാവിന്റെ പിറകെ ഓടിയിട്ടല്ലേ ഇപ്പൊ സോക്കോട് വന്നു. ഇപ്പൊ പള്ളി പോണോ? വീൽ ചെയറിൽ കയറിയിട്ട് സുഖമില്ലാതായി കഴിഞ്ഞപ്പോ തുടങ്ങി സോക്കേട്. കാരണം എന്താന്ന് പറഞ്ഞാൽ മരണത്തെ ഭയായി. അപ്പൊ ഇനി നന്നായി ജീവിക്കണം. അപ്പോഴാണ് അയാൾ മരണത്തെ മുന്നിൽ കാണുന്നത്. മറ്റേത് സമ്പത്ത് കൂടി അഹങ്കരിച്ചടക്കാൻ. ആ സമയത്ത് അയാൾക്ക് പള്ളിയും വേണ്ട, ഒന്നും വേണ്ട. ഒരു പിടുത്തം നമുക്കൊക്കെ വരാനുണ്ട്. ചിന്തിച്ചോ? ഇപ്പൊ ഈ ഓടുന്ന ഓട്ടം ഒക്കെ നിലയ്ക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് നന്ദിയുള്ള ദാസനായി മാറി. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രാത്രിയിൽ നിന്ന് നമസ്കരിക്കുന്നു. കാലിൽ നീര് കെട്ടി വീർത്തത് കണ്ടുകൊണ്ട് നബിയുടെ ചാരത്ത് വന്നുകൊണ്ട് ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തിനാണ് നബി ഇത്രയേറെ പ്രയാസപ്പെടുന്നത്? തങ്ങളുടെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തന്നതല്ലേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു, യാ ആയിഷ, അഫലാ അകൂന അബദൻ ശകൂറ, നന്ദിയുള്ളവർ ദാസനായി മാറണ്ടേ ആയിഷ? നന്ദിയുള്ളവരെ അടിമയായി പാവപ്പെട്ട മുഹമ്മദ് മാറണ്ടേ എന്ന് എന്നോട് പ്രവാചകൻ ചോദിച്ചു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ആരാണ് ഈ പ്രവാചകൻ എന്നറിയുമോ? ബദർ നടത്തിയ വ്യക്തിയാണ്, ഉഹദ് നടത്തിയ വ്യക്തിയാണ്, ഖന്തഖ് നടത്തിയ വ്യക്തിയാണ്, ഖൈബർ നടത്തിയ വ്യക്തിയാണ്, ഹുനൈൻ നടത്തിയ വ്യക്തിയാണ്. ജീവിച്ചിരിക്കുമ്പോൾ ആൺമക്കളെ നഷ്ടപ്പെട്ടു പോയ വ്യക്തിയാ. ഈ ദീനിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കാൻ തന്റെ പ്രിയപ്പെട്ട സഹാബത്തിനോട് പറഞ്ഞ് എത്രയോ അനുയായികളിൽ പെട്ടതാകുന്ന പ്രിയപ്പെട്ടതാകുന്ന എളാപ്പയടക്കം ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അടക്കമുള്ള കുടുംബക്കാരെ ദീനിനു വേണ്ടി സമർപ്പിച്ച വ്യക്തിയാണ്. തന്റേതാകുന്ന പല്ല് പൊട്ടിപ്പോയതും ഈ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന് വേണ്ടിയിട്ടാണ്. ശരീരം മുറിവേറ്റതും ഈ ദീനിന് വേണ്ടിയിട്ടാണ്. ജനിച്ച് കളിച്ച് വളർന്നതാകുന്ന മക്ക എന്ന രാജ്യം വിട്ടുകൊണ്ട് മദീനയിലേക്ക് യാത്ര തിരിച്ചതും അല്ലാഹുവിന്റെ റസൂൽ ഈ ദീന് നമ്മുടെ കൈകളിലേക്ക് നൽകാനാണ്. എത്രയെത്ര ത്യാഗങ്ങളാണ് റസൂലുള്ള സഹിച്ചത്. ശഅബ് അബൂ താലിബിന്റെ മലഞ്ചെരുവിൽ 3 വർഷങ്ങളോളം നബിതങ്ങളെ ഉപരോധത്തിലാക്കി പട്ടിണിക്കിട്ടുകൊണ്ട് പ്രയാസപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ
ജീവിതത്തിൽ ഏറ്റവും പ്രയാസം സഹിച്ച സമയമല്ലേ? സ്വഹാബത്ത് പറയുന്നു, ഞങ്ങളെ നബി തങ്ങളോടൊപ്പം പട്ടിണിയിലാക്കി, ഞങ്ങൾക്ക് ഗോതമ്പ് തരില്ല, ഞങ്ങൾക്ക് ഭക്ഷണധാന്യങ്ങൾ തരില്ല, വല്ലാതെ മക്കാരിട്ടുകൊണ്ട് ക്രൂശിക്കുന്ന കാലയളവിൽ എന്താണ് ഞങ്ങൾ കഴിച്ചതെന്നറിയുമോ? മലഞ്ചെരുവിലുള്ളതാകുന്ന ഇലകൾ പറിച്ചെടുത്ത് കഴിച്ചതിന്റെ കാരണത്താൽ ആടുകൾ കാഷ്ടിക്കുന്ന പോലെയുള്ളതാകുന്ന ചെറിയ തരികളായിട്ടുള്ള കാഷ്ടമാണ് ഞങ്ങളുടെ പിന്ദ്വാരത്തിലൂടെ കടന്നു വന്നത്. അത്രയേറെ ദുരിതമായിരുന്നു, ദുരന്തപൂർണമായിരുന്നു ഞങ്ങളുടെ മക്കയുടെ ജീവിതമെന്ന് സ്വഹാബത്ത് ലോകത്തോട് പറയുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, മദീനയിലേക്ക് വന്നതിന് ശേഷം അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബം 2 ദിവസം തുടർച്ചയായി ഭക്ഷണം കഴിച്ച ചരിത്രമില്ല. 2 ദിവസം തുടർച്ചയായി ഭക്ഷണം കഴിച്ച ചരിത്രമേ ഉണ്ടായിട്ടില്ല. അത്രയേറെ ദുരിതം സമ്മാനിച്ച ജീവിതം. ഒരു ദിവസം ഒരു റൊട്ടി കഷ്ണം കിട്ടിയാൽ അടുത്ത ദിവസം മുഴുപട്ടിണിയാണ്. അടുത്ത ദിവസം ഒരു ഈത്തപ്പഴത്തിന്റെ കഷ്ണം കിട്ടിയാൽ പിന്നീട് വൈകുന്നേരം ഒന്നും കഴിക്കാനില്ല. ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയി ജീവിക്കുന്ന കാലയളവിൽ നമസ്കാരം ചിട്ടവെച്ചുകൊണ്ട് നബി തങ്ങൾ പറയുന്നു, ഞാനൊരു നന്ദിയുള്ള ദാസനായി മാറണ്ടേ ആയിഷ, നന്ദിയുള്ള ദാസനായി മാറണ്ടേ ആയിഷ. ഹബീബ് മുഹമ്മദ് മുസ്തഫ. പിന്നെ എങ്ങനെ ഈ മനുഷ്യനെ ലോകം ഓർക്കാതിരിക്കും? സഹോദരങ്ങളെ, ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിച്ചിട്ടുള്ള പേര് ഈ മനുഷ്യന്റെയാണ്. ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തപ്പെട്ട വ്യക്തി ഈ മനുഷ്യനാണ്. 13.5 കോടി ജനങ്ങളാണ്, 13,49,33,000 ആളുകളാണ് ഈ മനുഷ്യന്റെ പേര് സ്വീകരിച്ചത്. മുഹമ്മദ് എന്നുള്ള പേരാണ് ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത്. രണ്ടാമത്തെ പേര് മറിയം, മറിയം ബീവി, മറിയക്കുട്ടി, മറിയം എന്നുള്ളതാകുന്ന മറിയം അലൈഹിസ്സലാമിന്റെ, മറിയം ബീവി റളിയല്ലാഹു അൻഹ അഥവാ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ടതാകുന്ന മാതാവിന്റെ പേരാണ് 2ാം സ്ഥാനമുള്ളത്. ഏകദേശം 6,11,00,000 ആളുകളാണ് ആ പേര് സ്വീകരിച്ചത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിച്ചത് അതിന്റെ മേലെ ഇരട്ടി. 2024 വേൾഡ് ഇൻഡെക്സിന്റെ കണക്കാണ് ഈ പറയുന്നത്. മുഹമ്മദ് എന്ന പേര് മാത്രമായി ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിച്ചു. എന്തുകൊണ്ട്? ഈ മനുഷ്യന്റെ ജീവിതം അത്രമേൽ പച്ച യാഥാർത്ഥ്യമാണ്. ജനങ്ങൾ കല്ലിൽ കൊത്തുവെച്ചതുപോലെ പഠിക്കുകയാണ്. ഈ മനുഷ്യനെ പഠിച്ചു, അപ്പൊ ആ മനുഷ്യന്റെ പേര് സ്വീകരിച്ചു. നമ്മളൊന്നും സ്വീകരിച്ചില്ലെങ്കിലും സ്വീകരിക്കാൻ ആൺകുട്ടികളുണ്ട് ഇവിടെ. എന്നാൽ ഈ മനുഷ്യൻ തന്നെ സ്വഹാബത്തിനോട് പറഞ്ഞതോ, ഇന്ന അഹബ്ബൽ അസ്മാഇ ഇലല്ലാഹി അബ്ദുല്ലാഹി വ അബ്ദുർറഹ്മാൻ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ലാ, അബ്ദുർറഹ്മാൻ എന്ന പേരാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. പക്ഷെ എന്നിട്ടും ആളുകൾ ആ വാക്കല്ല, ആ പേരല്ല അന്വർത്ഥമാക്കിയത്. ആ പേരാണെന്ന് പറഞ്ഞ വ്യക്തിയുടെ പേരാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വീകരിച്ചത്, മുഹമ്മദ്. ആ മനുഷ്യൻ അത്രത്തോളം സ്വാധീനം ചെലുത്തി. ഇതിഹാസ മനുഷ്യനാണ്. ഈ മനുഷ്യനെ ഓർക്കാത്തൊരു സമയമില്ല, ഈ മനുഷ്യനെ ചിന്തിക്കാത്തൊരു സമയമില്ല. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന വാക്കിലൂടെ ലോകം മുഴുവനും സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുന്ന രാജ്യമുണ്ട്, ചന്ദ്രൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുന്ന സ്ഥലമുണ്ട്. ലോകരാജ്യങ്ങൾ മുഴുവനും എപ്പോഴും ഇപ്പോഴും എന്നും അന്നും ഇന്നും ഒരേ ശബ്ദം മുഴങ്ങി കേൾക്കുന്നു, മുഹമ്മദ് മുഹമ്മദ് മുഹമ്മദ്. ഇങ്ങനെ ലോകത്തലവരി കൊണ്ടാണ്. എന്തുകൊണ്ട്? ഈ മനുഷ്യന്റെ ജീവിതം അങ്ങനെയാ. നിസ്കാര വിഭാഗം കഴിച്ചിട്ടേ ബാക്കിയൊരു പരിപാടിയുള്ളൂ. എല്ലാത്തിനും നിന്നു. സാമൂഹ്യ പരിഷ്കർത്താവാണ്, കുടുംബനാഥനാണ്, മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ട്, സമൂഹത്തിന് വേണ്ടി ജീവിച്ചിട്ടുണ്ട്, സമുദായത്തിന് വേണ്ടി ജീവിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തിയ വ്യക്തിയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അള്ളാഹുമായി അഭേദ്യമായ ബന്ധം പുലർത്താൻ രാത്രി സമയങ്ങളെ കണ്ടെത്തിക്കൊണ്ട് ഉറക്കത്തിന്റെ സമയത്തെ ക്രമീകരിച്ച് 1/3 സമയം മാറ്റിവെച്ച് നാഥനായ റബ്ബിലേക്ക് ജീവിതത്തെ സമർപ്പിച്ച് നിലകൊണ്ട വ്യക്തി ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മളെപ്പോഴും ഇരുന്ന് നിസ്കരിക്കാൻ വലിയ ആവശ്യം. നിന്ന് നമസ്കരിക്കാൻ കഴിവുള്ളവൻ ഇരുന്ന് നമസ്കരിച്ചാൽ നിസ്കാരം ശരിയാവൂല. ശരിക്കും മനസ്സിലായിക്കോണം. ഫർദ് നിസ്കാരം നിന്ന് നമസ്കരിക്കാൻ കഴിവുള്ളവൻ ഫർദ് നമസ്കാരങ്ങൾ ഇരുന്ന് നമസ്കരിച്ചാൽ നിസ്കാരം അസാധുവാണ്. സുന്നത്ത് നമസ്കാരം നിന്ന് നിസ്കരിക്കാൻ കഴിവുള്ളവൻ ഇരുന്ന് നമസ്കരിക്കാം, അനുവദനീയമാണ്. പക്ഷെ കൂലി നേരെ പകുതിയെ കിട്ടുള്ളൂ. കളി മാറി. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫത്തുൽ മുഹ്താദിൽ രേഖപ്പെടുത്തി വെച്ച വിഷയമാണ്. ചില ആളുകളൊക്കെ ഇരുന്ന് നിസ്കരിക്കുന്നുണ്ട്, നിസ്കരിക്കാനൊക്കെ കഴിവുണ്ട്. കാരണം എല്ലാവരും ഇരിക്കുന്ന റാഹത്തെന്നാ, പിന്നെ ഇരുന്ന് തുടങ്ങിയൊക്കെ ബിസ്മില്ലാ നമ്മളായിട്ട് പതുക്കെ കസേരയിട്ട് ഇരുന്ന് നിസ്കരിക്കുക. ചിലപ്പോൾ അവിടെ തന്നെ ഇരുന്നിട്ട് അത്തഹിയ്യാത്തിൽ തന്നെ ഇരുന്ന് നിസ്കരിക്കുന്നവരുണ്ട്. കൂലി പകുതി കിട്ടുള്ളൂ കേട്ടോ. നിന്ന് നമസ്കരിക്കാൻ കഴിവുള്ള വ്യക്തി ഇരുന്ന് സുന്നത്ത് നമസ്കരിച്ചാൽ അവരുടെ നിസ്കാരം ശരിയാകും, പക്ഷെ കൂലി പകുതി കിട്ടുള്ളൂ. നിന്ന് നമസ്കരിക്കാൻ കഴിവുള്ളവൻ ഫർദ് നമസ്കാരം ഇരുന്ന് നമസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. അത് പ്രത്യേകം മനസ്സിലായിക്കോണം.
കസേരയൊക്കെ ഇടുന്ന ആളുകൾ മസേരയൊക്കെ ഉസ്താദിന്റെ അടുത്ത് വന്ന് ചോദിക്കണം. ചുമ്മാ കസേര എടുത്തോണ്ട് വന്ന് റാഹത്തായിട്ട് കൂടി ഇട്ട് സുഖമുണ്ടല്ലോ റാഹത്തായിട്ട്. വലിയ സുഹൃത്ത് വധിക്കാം മുസ്ലിയാരെ സജത മതി കേട്ടാ സജത. കാരണം കസേര ഇരിക്കല്ലോ നല്ല സുഖമുണ്ടല്ലോ റാഹത്തായിട്ട്. ആചാര് നല്ല സുഖമായിട്ട് കയറിയിരിക്കുക. കസേര ഇടുന്നവനൊക്കെ ആദ്യം കസേര ഇടാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് ശരിക്കും ചോദിച്ചു പഠിച്ചോ. നല്ലതുപോലെ ഉസ്താദന്മാരോട് ചോദിച്ചിട്ട്. കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലാ, പല കോലത്തിലല്ല. ചിലക്ക് റുക്കൂ പറ്റും, സുജൂദ് പറ്റൂല. ചിലക്ക് സുജൂദ് നല്ലപോലെ പറ്റുന്നുണ്ടാവും, കാൽമുട്ട് വളയ്ക്കാൻ പറ്റൂല. അപ്പൊ പല കോലത്തിലാണ്. അത് എങ്ങനെ സംസ്കരിക്കേണ്ടതെന്ന് ഓരോരുത്തരും അവരവരുടെ വിഷയങ്ങൾ പറഞ്ഞ് അത് ഇങ്ങനെയൊക്കെ ഉണ്ട്, അപ്പൊ ഞാൻ എങ്ങനെയാ ചെയ്യേണ്ടത് എന്ന് ചോദിക്കണം. അല്ലാതെ ആരെങ്കിലും ഒരാൾ കസേരയായിട്ട് വരുന്നുണ്ടോണ്ട് പിന്നെ എല്ലാവരും കസേരയാ അല്ല. ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ഫുള്ള് കസേരയാവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോണം. ഞാൻ സാന്ദര്യമായി ഉണർത്താൻ. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് തരട്ടെ. ഞാൻ കസേര നിസ്കാരക്കാരെ എതിർക്കല്ല. അത് പറഞ്ഞത് യൂട്യൂബിലുണ്ട്. ഞാൻ പറഞ്ഞ ഒരു വീഡിയോ തന്നെ യൂട്യൂബിലുണ്ട്, നിങ്ങളത് കേട്ടോളി. അത് ആ 3 കാറ്റഗറി പറയുന്നുണ്ട്. ആ 3-4 കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടും, ഉറപ്പാണ്. കസേര നിസ്കാരം എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് അടിച്ചു നോക്കിയാൽ മതി. അള്ളാഹു നമ്മളെ സാലിഹീകളെ ചേർക്കട്ടെ. ഞാൻ പറഞ്ഞത് നല്ലപോലെ പഠിച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം ഇത് വലിയ കാര്യത്തിൽ ചെയ്യുന്നതാണ്. നിന്ന് നമസ്കരിക്കൽ കഴിവുള്ളവൻ അങ്ങനെ തന്നെ ചെയ്യണം. നല്ല നടന്ന് കാർ ഓടിച്ച് ഇങ്ങോട്ട് സെറ്റായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നേരെ വരിക, പള്ളിക്കകത്തോട്ട് കയറിയിട്ട് ആദ്യം തന്നെ കയറി ഇരിക്കുക. ഇത് കൊള്ളാലോ. ആചാര്യ കാറ് ഓടിച്ചാ വന്നത്, പള്ളിക്കകത്തോട്ട് നടന്നാ കയറി വന്നത്. ഇവിടെ ഇങ്ങോട്ട് വന്നിട്ട് ഒരല്പം പോലും നിൽക്കുന്നില്ല, നേരെ കസേരയിട്ട് ആദ്യം പോലെ ഇരിക്കുക. ഇത് പറ്റുമോ ഇല്ലയോ? അതാ പറഞ്ഞത് പഠിക്കണോന്ന്. നിങ്ങൾക്ക് പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ തന്നെ എന്നാ പഠിക്കാനാണ്, നമുക്കറിയാത്ത മസലയാണ് എന്ന് നിങ്ങൾ ഉള്ളുകൊണ്ട് വരുന്നുണ്ട്. പഠിക്കാനുണ്ടെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇഷ്ടംപോലെ പഠിക്കാൻ. നമ്മളൊന്നും ഒന്നും അറിവില്ല. ഇപ്പൊ ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ അലിഫ് ബാ ആ 28 അക്ഷരം ഒന്ന് പറയാൻ പറഞ്ഞ എത്ര പേര് പറയും? 10 അപ്പുറത്തേക്ക് പോവില്ല. വെച്ചുവെച്ചോ. എല്ലാവരും കാര്യമല്ല, ചിലരുടെ കാര്യമാണ്. മനസ്സുകൊണ്ടും ചെല്ലി വായിക്കും. ഫുള്ള് അറിയാവുന്നവർ ഇവിടെ വരണം, നമുക്ക് മൈക്കിൽ കൂടെ ചെല്ലിക്കാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആണ് നമ്മളെല്ലാം അറിയാന്ന് കരുതും, പക്ഷെ നമുക്കറിയാത്തത് അക്ഷരങ്ങൾ പോലും ഉണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അറബി അക്ഷരം പോലും ചിലപ്പോൾ നമുക്ക് പൂർണ്ണമായി കിട്ടൂല. ചിലപ്പോൾ അത് കിട്ടുന്നവർക്ക് നിസ്കാരത്തിന്റെ ഫർള് ചേർത്തൊക്കെ പോയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞത് അറിവുള്ളവരല്ല, നമ്മൾ ആരും പൂർണ്ണതയുള്ളവരല്ല. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് അറിവില്ലാത്തത് ചോദിച്ചു പഠിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അറിവില്ലെങ്കിൽ നിങ്ങൾ അറിവില്ലാത്തവരോട് ചോദിച്ചു പഠിക്കണേ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഈ ഒരു യുദ്ധം കഴിഞ്ഞ് നബിയും സഹാബത്തും വരികയാണ്. അപ്പൊ ഒരാൾക്ക് ജനാബത്തുണ്ടായി. അയാൾ കുളിക്കണോ വേണ്ടോ ആകെ വിഷയമായി പ്രശ്നമായി. കുറെ പേര് പറഞ്ഞു കുളിക്കണോ എന്ന് പറഞ്ഞു. അയാളുടെ നേരത്തൊക്കെ വെള്ളം കോരി ഒഴിച്ചു. ഒരു മുറിവ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. യുദ്ധത്തിൽ കിട്ടിയ ഒരു മുറിവാണ്, തലയുടെ ഭാഗത്താണ്. ആ മുറിവ് നനച്ചതിന്റെ കാരണത്താൽ തൈമം ചെയ്താൽ മതിയായിരുന്നു, പക്ഷെ ഇരിത്യാദി ഇതിപ്പോ പിഴച്ചുപോയി. ചില ആളുകൾ പറഞ്ഞിട്ട് എന്ത് പറയുന്നു, കുളിക്കണോ എന്ന് പറഞ്ഞു, വെള്ളം കോരി ഒന്നായിട്ട് ഒഴിച്ചു, രക്തം വാർന്ന് അയാൾ മരിച്ചു. ഇങ്ങ് എത്തിയപ്പോഴത്തേക്ക് ആള് തീർന്നു. നബി തങ്ങൾ സഹാബത്തിനോട് കരിച്ചു, ദേഷ്യപ്പെട്ടു. നിങ്ങൾ എന്താ കാണിച്ച? അറിവില്ലാത്ത കാര്യങ്ങൾ ചോദിക്കണ്ടേ? ഒരാളുടെ മരണത്തിനിടയാക്കിയില്ലേ? ഒരു നിസ്സാര വിഷയമാണോ? അപ്പൊ അറിവില്ലാത്ത വിഷയങ്ങൾ ആരായിരുന്നാലും അത് ചോദിക്കണം, പഠിക്കണം. നമ്മൾ അതിനൊന്നും നമ്മൾ ഇതാക്കണ്ട. നമുക്കൊരു കുറച്ചിലായിട്ടൊന്നും ഉണ്ടാ. നമ്മൾ രഹസ്യമായിട്ട് ഉസ്താദന്മാരോട് പോയി ചോദിച്ചാൽ മതി. കാര്യങ്ങൾ ചോദിച്ചു പഠിക്കണം. കാരണം ഇത് നമ്മുടെ ജീവിതത്തിലെ വിജയത്തിന്റെ ഏറ്റവും വലിയ നിദാനമാണ് നിസ്കാരം. അത് മുറപോലെ നിർവഹിക്കണം. അത് മക്കളെ കൊണ്ട് നിസ്കരിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമാകുന്ന അഭിവൃദ്ധി വേണോ? സന്താനങ്ങൾ സാലിഹീകളാകണോ? ജീവിതത്തിൽ എല്ലാവിധ ഖൈർ ബറക്കാത്തുകളും വേണോ? നിസ്കാരം കൊണ്ട് കുടുംബത്തോട് കൽപ്പിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. ഞാൻ നിർത്താണ്, ദീർഘിപ്പിക്കുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. നിന്റെ കുടുംബത്തോട് നീ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ. അഹ്ലി എന്ന് പറഞ്ഞാൽ ഭാര്യയാണ്. ഭർത്താവ് ആദ്യം പറയേണ്ടത് ഭാര്യയോടാണ്. ഭാര്യ നമസ്കാരമുണ്ടായാൽ മക്കൾ ഓട്ടോമാറ്റിക്കായി നമസ്കാരമുള്ളവരാകും. മകള് നമസ്കരിക്കും. വാപ്പ പള്ളിയിൽ പോകുമ്പോൾ മകനെയും ചേർത്ത് കൊണ്ടുപോകണം. 7 വയസ്സെത്തുമ്പോൾ നിസ്കാരം കൊണ്ട് നോമ്പ് കൊണ്ട് കൽപ്പിക്കണം. 10 വയസ്സെത്തുമ്പോൾ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം. നോമ്പ് നോറ്റില്ലെങ്കിൽ അടി കൊടുത്തുകൊണ്ടെങ്കിലും ശീലം വരുത്തണം. കാരണം ഈ 2 കാര്യങ്ങളും ചെറുപ്പത്തിലെ തുടങ്ങിയെങ്കിൽ മാത്രമേ വലുതായാലും നിലനിർത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് വഹുമുർ അഹ്ലക ബിസ്സലാ. നിന്റെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അങ്ങനെ ചെയ്താൽ റിസ്ക് അല്ലാഹു വിശാലമാക്കും. ഞാൻ ആയത്ത് പൂർത്തിയാക്കുന്നില്ല. റിസ്ക് എന്ന് പറഞ്ഞാൽ നല്ല വീട്, നല്ല വാഹനം, നല്ല സമ്പത്ത്, ഇതെല്ലാം ഉൾപ്പെടുന്നതിനാണ് റിസ്ക് എന്ന് പറഞ്ഞാൽ. കേവലം ഫുഡ് മാത്രമല്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ല ഭൂമി, നല്ല വീട്, നല്ല വാഹനം, നല്ലതാകുന്ന ജീവിതം, എല്ലാ സൗഭാഗ്യവും ഒരുമിച്ച് കൂടണമെങ്കിൽ എന്ത് വേണം?
നിസ്കാരം കറക്റ്റ് ആയിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ അതൊന്ന് മുറുകെ പിടിച്ച് നോക്കിക്കേ. ഇപ്പൊ അതിന്റെ ഒരു കുറവ്, കറക്റ്റ് ആകാത്തതിന്റെ ഒരു പ്രശ്നം. ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതൻ, സമയത്ത് നിസ്കരിക്കുന്നതാണ് നിസ്കാരം. അല്ലെങ്കിൽ പോയി. ഫവൈലുൽ ലിൽ മുസല്ലീൻ الذين هم عن صلاتهم ساهون. നമസ്കരിക്കുന്നവർക്കാണ് നാശം. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് വൈലെന്ന നരകമാണ്. الذين هم عن صلاتهم ساهون. നമസ്കാരത്തെ തൊട്ട് അലസതയാണ്, മടിയാണ്. ഈ ആയത്തിറങ്ങിയപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അഖ്ബിർനാ അൻ ഹാദിഹിൽ ആയ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ഈ ആയത്തിന്റെ അർത്ഥമൊന്ന് ഞങ്ങൾക്കൊന്ന് പറയുമോ റസൂലേ? നമസ്കാരത്തെ അലസതയാക്കി നമസ്കരിക്കുന്നവർ, മടിയാക്കി നമസ്കരിക്കുന്നവർ, അവർക്ക് നരകത്തിന്റെ ഒരു ചെരിവുണ്ട്, നരകത്തിൻ്റെതാകുന്ന ഒരു ഭാഗമുണ്ട്, വൈലെന്നുണ്ടെന്ന് പറഞ്ഞുവല്ലോ. അതാരാണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ലദീന യുഅഖിറൂന സ്വലാത്ത അൻ ഔഖാതിഹാ. നമസ്കാരത്തെ അതിന്റെ സമയത്തെ തൊട്ട് പിന്തിച്ച് നമസ്കരിക്കുന്നതായ നിസ്കാരക്കാരുണ്ട്, അവർക്കാണ് നരകത്തിന്റെ ഭാഗമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു മുളക്കാക്കുമാറാവട്ടെ. നിസ്കാരം തീരെ ഇല്ലാത്തവർക്ക് സഖർ എന്ന നരകമാണ്. തീരെ ഇല്ലാത്തവർക്ക് അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അന്നിപ്പോ വിശദീകരിക്കാൻ സമയമില്ല. ഇത് നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ നിസ്കരിക്കുന്നത് സമയത്തെ വിട്ട് നിസ്കരിക്കുക. തോന്നുമ്പോൾ നിസ്കരിക്കുന്ന പറയും. ഇപ്പൊ അങ്ങനെയാണ് 95%. രാവിലെ സുബഹി എപ്പോഴാണ് നിസ്കരിക്കുന്നത്? 8 മണിക്ക്. എഴുന്നേറ്റെല്ലാം കഴിയുമ്പോൾ വേണേന്നാ പിടിച്ചോ ബിസ്മില്ലാ. ളുഹർ നിസ്കരിക്കുകയാണ് മിക്ക പെണ്ണുങ്ങളും. അസർ വാങ്ങുളിക്കുന്നതിന് തൊട്ടും അപ്പോഴേ കുളിക്കാൻ കയറുള്ളൂ. റാഹത്തായിട്ട് കുളി എന്ന് പറഞ്ഞാൽ 1.5 കുളിയാണ്. റാഹത്തായിട്ട് കുളിച്ച് സെറ്റായിട്ട് ലെക്സിന്റെ സോപ്പ് ഫുള്ള് തീർത്ത് എല്ലാം കഴിഞ്ഞിട്ട് റാഹത്തായിട്ട് ഒരു 3:30 ആകുമ്പോൾ എഴുന്നേറ്റ് മുസല്ല വിരിച്ച് നിസ്കരിക്കും. നിസ്കരിച്ചു കഴിഞ്ഞാൽ ഉടനെ മോദിയും ബാങ്ക് കൊടുത്തോളില്ലേ, മോദിനെ പിരിച്ചുവിടാൻ ഭർത്താവിനോട് പറയും. കാരണം സമയം ഒപ്പിച്ച് നിസ്കരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ളുഹർ നമസ്കാരം മിക്കപ്പോഴും അസറിലേക്ക് വെച്ച് ബന്ധിക്കും. ചില കച്ചവടക്കാരുണ്ട്, രാവിലെ വടയിലോട്ട് പോവാൻ, പിന്നെ അയാൾ സുബഹിയില്ല, ളുഹറില്ല, അസറില്ല, മഗ്രിബില്ല, ഇശായില്ല, എല്ലാം നിസ്കരിക്കും. ഇശായിന്റെ എല്ലാം കഴിഞ്ഞിട്ട് പള്ളിയുടെ ഒരു സൈഡിൽ വന്നിട്ട് ഫാനുമൊക്കെ ഇട്ടിട്ട് കാര്യമായിട്ട് പള്ളിയുടെ കോലായി വന്ന് നിസ്കരിക്കും. ആദ്യം സുബഹി കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചോണ്ട് വരുന്നതാണ്. നെറ്റിയിൽ വലിയ തഴമ്പൊക്കെ ഉണ്ട്, കാര്യമായിട്ട് നിസ്കരിക്കുകയാണ്. ഒരു പ്രയോജനം ഇല്ല. അള്ളാഹു മുളക്കാക്കുമാറാവും. നിസ്കാരത്തെ സമയത്തെ തൊട്ട് പിന്തിക്കുന്നവനാണ് വൈരി എന്ന നരകമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ശരിക്കും മനസ്സിലാക്കണേ, നിസ്കരിക്കാത്തവന്റെ കാര്യമല്ല ഈ പറയുന്നത്. നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ നിസ്കാരത്തെ ശ്രദ്ധിക്കാത്തവന് ജഹന്നം എന്ന നരകത്തിന്റെ ഒരു ചെരിവ്, ഒരു വാദിൻ ഫി ജഹന്നം, നരകത്തിന്റെ ഒരു കുണ്ട്, ഒരു ഭാഗം അല്ലാഹു നൽകുന്നു. അതാണ് വൈലെന്ന നരകമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നിസ്കാരത്തെ അലസത വെക്കുന്നവൻ അവനാണ്. തോന്നുമ്പോൾ നിസ്കരിക്കുക. മഗ്രിബിന്റെ നിസ്കാരം ഇശാന്റെ സമയത്ത് നിസ്കരിക്കുക. മഹാനാകുന്ന സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, അല്ലദീന യുസല്ലൂന സുബ്ഹ ഹത്താ തത്ലുഅൽ ഫജ്ർ. സുബ്ഹി നമസ്കാരം നിസ്കരിക്കുന്നത് നേരം വെളുത്തിട്ടാണ്. വല്ലദീന യുസല്ലൂന സ്വലാത്തൽ ളുഹറ ഹത്താ ദഖലൽ അസ്ർ. അസ്ർ നമസ്കാരത്തിന്റെ സമയം വന്നിട്ട് ളുഹർ നമസ്കരിക്കുകയുള്ളൂ. ലാ യുസല്ലി മഗ്രിബ് നമസ്കാരം പ്രവേശിച്ചിട്ടല്ലാതെ, മഗ്രിബ് നമസ്കാരത്തിന്റെ സമയം വന്നിട്ടല്ലാതെ അസർ നമസ്കരിക്കാറില്ല. മഗ്രിബ് നമസ്കരിക്കുന്നതോ ഇശാഇന്റെ സമയം പ്രവേശിച്ചിട്ടല്ലാതെ നിസ്കരിക്കില്ല. അങ്ങനെ താളെക്കുറിച്ചാണ് ഈ ആയത്ത് പറഞ്ഞത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വലിയ വിഷയമാണത്. അപ്പൊ നിസ്കാരം എന്ന് പറയുന്നത് എന്ത് വേണം? ബാങ്ക് വിളിച്ച അവ്വൽ വഖത്തിൽ നിസ്കരിക്കണം. ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദ്. പള്ളിയുടെ പരിസരത്തുള്ളവൻ പള്ളിയിലല്ലാതെ നിസ്കാരം ഇല്ല. പാക്കനാട് പള്ളിയുടെ പരിസരത്തുണ്ട്, എന്നാ തൊട്ടടുത്ത് ജീവിക്കുന്നവനെ അതിന്റെ പള്ളിയെടുത്ത് എവിടെ താമസിക്കുന്ന ആചാര്യ പാക്കനാട് പള്ളി ഇത് പറയാൻ വേണ്ടി ഒരു അഡ്രസ്സിന് വേണ്ടി വെച്ചിരിക്കുകയാണ് പള്ളി. ആധാർ കാർഡിന്റെ സൈഡിലൊക്കെ എഴുതിയിട്ടുണ്ട് നിയർ വാക്കനാട് മസ്ജിദ്. യാ അല്ലാഹ് ഹലാസ്. നിസ്കരിക്കാൻ പള്ളിയായിട്ട് യാതൊരു ബന്ധവുമില്ല. പെരുന്നാളിനാണ് ആചാര്യ ഒന്ന് കാണുന്നത്. അസ്സലാമു അലൈക്കും. അന്നെങ്കിലും മുസാബാത്ത് ചെയ്യുന്ന ഉസ്താദ് കരുതി നോക്കുമ്പോൾ 10ന്റെ 10 നോട്ട് എടുത്തുകൊണ്ട് വരികയാണ്. റൗണ്ട് ചെയ്ത് പിടിപ്പിക്കുക. 100 രൂപ കൊടുക്കുന്നത്. 10ന്റെ 10 നോട്ട് എടുത്ത് റൗണ്ട് ചെയ്ത് പിടിപ്പിക്കും. കയ്യിലോട്ട് കൊടുക്കുമ്പോൾ ഒന്ന് കട്ടി വരാൻ വേണ്ടി. അല്ലാഹു അസ്സലാമു അലൈക്കും. അടുത്ത പെരുന്നാൾ കാണാം. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എല്ലാവരും ചിരിക്കുന്നു. അങ്ങനെയാണോ കൊടുക്കുന്നത് നിങ്ങൾ?
അങ്ങനെ ഉണ്ട് അല്ലെ? 1000 രൂപ കൊടുക്കുകയാണെങ്കിൽ ഒരു 500 രൂപ ഇങ്ങനെയും, പിന്നെ ബാക്കിയുള്ള 500 നേരത്തെ പറഞ്ഞ പോലെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ, കട്ടിക്കിരിക്കട്ടെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. ഞാൻ നിർത്തുന്നു, ദീർഘിപ്പിക്കുന്നില്ല. പറയാനാണെങ്കിൽ 100 കണക്കിനുണ്ട്. നിസ്കാരത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് യൂട്യൂബിലുണ്ട്, സമയം പോലെ കേട്ടോളി. ഇതൊരു ചെറിയ വിഷയമല്ല, വലിയ ഗൗരവമുള്ള വിഷയമാണ്. അതിന്റെ സമയങ്ങളെ തൊട്ട് പിന്തിപ്പിക്കുന്നത്, അവ്വൽ വഖത്തിൽ നമസ്കരിച്ചാൽ കിട്ടുന്ന നേട്ടങ്ങൾ, നിസ്കാരത്തെ പിന്തിപ്പിക്കുന്ന അലസത വെക്കുന്ന ആളുകളെ മുനാഫിഖ് എന്ന് അടയാളപ്പെടുത്തിയ സ്വഹാബത്തിന്റെ ചരിത്രം. സ്വഹാബത്ത് പറയുന്നു, നിസ്കാരത്തിന്റെ ജമാഅത്തിനെ തൊട്ട് സ്ഥിരമായി പിന്തുവരുന്ന ആളുകളെ ഞങ്ങൾക്കറിയാം. ഇല്ലാവ മഅലൂമുൻ നിഫാഖ്, ഏറ്റവും വലിയ കടുത്ത മുനാഫിഖാണവൻ. വെറുതെ മുസ്ലിമാണെന്ന് പറയുന്ന മാത്രമേ ഉള്ളൂ, ഉള്ളിൽ നിഫാഖ് ഉണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാം.